ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പപ്പയുടെ കടയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചേച്ചിമാരെല്ലാവരും ഇരിപ്പുണ്ട്. ഇതേ ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തർ നമ്മുടെ സ്വന്തം പ്രീതാസിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് 3:45 ട്രെയിനിന് പോയിട്ട് എറണാകുളം ചെന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വിശേഷം പറയാം. ടാറ്റാ. അങ്ങനെ ട്രെയിനിലെ കാഴ്ചകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ വാങ്ങിക്കേണ്ട ഡ്രസ്സിൻ്റെ നമ്മുടെ ഒരു ഐഡിയാസ് ഉണ്ടാവില്ല, ആ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തൊക്കെ വെച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും അവരുടെ വീട്ടിലെത്തി. അവിടെ എത്തി ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ പോയ ഷോപ്പെന്ന് പറയുന്നത് രാധാകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. എറണാകുളത്ത് തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള, അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്. അത്യാവശ്യം എല്ലാ ഡ്രസ്സുകൾക്കും നല്ല റേറ്റ് കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു ഷോപ്പും കൂടെയാണ് ഇത്. ഡ്രസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലാതെ ഡ്രസ്സുകളായിക്കോട്ടെ, സ്റ്റിച്ചിങ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം ഇവിടെ നല്ല റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ചെന്ന ദിവസം കുറച്ച് തിരക്ക് കുറവുള്ളതായത് കാരണം കൊണ്ട് എനിക്ക് നല്ലപോലെ നോക്കി പ്രോഡക്റ്റ്സ് എടുക്കാൻ വേണ്ടി പറ്റി. എൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് നോക്കി എടുക്കാനായിട്ട് എനിക്ക് പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ പോയത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പോയത് ഒറ്റയ്ക്കാണെങ്കിലും അവിടെ ചെന്നിട്ട് എൻ്റെ അങ്കിളുടെ വീടുണ്ടായിരുന്നു. പുള്ളിയുടെ 2 മക്കളുണ്ടായിരുന്നു, ട്വിങ്കിളും ബ്രൈറ്റി എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഷോപ്പ് അറിയാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു റെഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഒരു മോഡലിംഗ് ഷോയിൽ ഞാനിട്ട ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ കറക്റ്റ് പാറ്റേണിൽ വേണമായിരുന്നു എനിക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ. കാരണം ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു. ഞാൻ വീട്ടിൽ കാണിച്ചപ്പോഴും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിനകത്തുള്ള നീല ഡ്രസ്സില്ലേ, ഈ നീല ഡ്രസ്സാണ് ഞാൻ റെഫറൻസ് പിക്ചറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു, FRH ഡിസൈൻസ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരോട് ഈ ഫോട്ടോ ഞാൻ ആ ഷോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത് അത് മെറ്റീരിയൽ ആയിരുന്നു, അത് ഹാൻഡ് വർക്കിൻ്റെ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഹാൻഡ് വർക്കിൻ്റെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷുവറായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതുപോലെ ഓഫ് ഷോൾഡർ പോലെ കൈയും കാര്യങ്ങളൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഒത്തിരി തപ്പിയതിന് ശേഷം ഞങ്ങൾക്ക് ആ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ബേസിലുണ്ടായിരുന്ന മെറ്റീരിയൽ കുറച്ച് ഡാർക്കും മുകളിലുണ്ടായിരുന്ന നെറ്റ് വന്നിട്ട് കുറച്ച് ലൈറ്റർ ഷെയ്ഡുമായിട്ട് നമുക്ക് വെച്ച് നോക്കിയപ്പോൾ അത് ഓക്കെ, നമുക്ക് ആ ഉദ്ദേശിച്ച ആ ഒരു കളറ് തന്നെ വരുന്നുണ്ട് എന്നെനിക്ക് തോന്നി. കാരണം ആ ഒരു കളറിനോട് അടുത്ത് നിൽക്കുന്നൊരു കളർ വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തു. 14 മീറ്ററും പിന്നെ 7 മീറ്ററുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ശരിക്കും വിചാരിച്ചു ഒരു എങ്ങനെ വന്നാലും ഒരു 3 രൂപയ്ക്ക് അടുത്തൊക്കെ വരുമായിരിക്കും മെറ്റീരിയൽ എന്ന് വിചാരിച്ചു. പക്ഷേ മെറ്റീരിയലിന് എനിക്ക് ആകെ ആയിട്ടുണ്ടായിരുന്നത് 1015 രൂപ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ മെറ്റീരിയലിന്. പക്ഷേ എന്നാൽ ആ മെറ്റീരിയൽ ഭയങ്കര ലോ ക്വാളിറ്റിയിലുള്ളതായിരുന്നില്ല, നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയലും കൂടെ ആയിരുന്നു കേട്ടോ. നല്ല അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്കൊരു കുഞ്ഞു കുട്ടിയുടെ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നദാൻകുട്ടനെയാണ് ഓർമ്മ വന്നത്. ആ ഡ്രസ്സിൽ അവൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ ബ്രോഡ്വേയിലോട്ടാണ് പോയത്. എനിക്ക് ഈ മാരേജ് കഴിഞ്ഞ് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഈ മേക്കപ്പ് ഐറ്റംസ് കുറച്ചുണ്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഓർണമെൻറ്റ്സ് ആയിട്ടുണ്ടായിരുന്ന വള, പിന്നെ അതുപോലെ തന്നെ കമ്മൽ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി കളക്ഷൻ എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഈ ചേച്ചിക്ക് അറിയാവുന്ന ഷോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ സ്റ്റക്കായി നിന്നൊരു പ്ലേസാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്ന ഷോപ്പിൽ പോയി. അവിടെ ചെന്നു, എനിക്ക് ആവശ്യമുള്ള ബാംഗിൾസും അതുപോലെ തന്നെ കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതും ബ്രോഡ്വേയിലുള്ളൊരു കടയായിരുന്നു. വളരെ വിലക്കുറവായിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് തന്നെയായിരുന്നു അതും. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസമാണ് പോകുന്നത്, കാരണം അന്ന് രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒരു 1:30 ആയപ്പോഴത്തേനും ഞാൻ ബസ് കയറാൻ വന്നു. പക്ഷേ ഒരൊറ്റ ബസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ദേഷ്യമാണ് എൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ഔട്ട്ലുക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ അതേ മോഡലിൽ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക്